പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ദിവസം അല്ലെങ്കിൽ ഈ വർഷം പുതിയ ഒരു തുടക്കമല്ലേ, നമുക്ക് ജീവിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കണമെങ്കിൽ അതിന് അസാമാന്യമായ ആത്മീയ ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് പറ, കർത്താവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു എൻ്റെ ജീവിതം നീ തന്ന എല്ലാത്തിനും. അതേപോലെ കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ബിക്കോസ് ഐ വോണ്ട് ടു ലിവ് എ ഹോളി ലൈഫ്. കാര്യം അങ്ങ് പോകണമെങ്കിൽ വിശുദ്ധ ജീവിതം ജീവിച്ചാലേ പറ്റുള്ളൂ. അതിനുള്ള ശക്തിയൊന്നും എനിക്കില്ല. അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചോ, അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിക്ക് പോവുകയോ മറ്റോ ചെയ്തോ. പക്ഷെ പോകുമ്പോൾ തന്നെ പോകരുത്, യേശുവിൻ്റെ കൂടെ പോകണം. ഓഫീസിൽ പോകണമെങ്കിലും യേശുവിൻ്റെ കൂടെ പോകണം. ബസ്സൊക്കെ കയറിയാലും യേശു കൂടെ ഇരിക്കട്ടെ. അടുത്ത് വേറെ വല്ലവരും ഇരുന്നോട്ടെ, പക്ഷേ അതിനിടയ്ക്ക് യേശു ഇരിക്കുന്നത് നമ്മൾ അറിയണം. ആ യേശുവുമായിട്ടുള്ള നിരന്തര സംസർഗം. ഓഫീസിൽ ചെന്നാലും ജോലിയൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നമ്മൾ നിരന്തരം അനുഭവിച്ചറിയണം. കാര്യം നമ്മൾ തുടങ്ങിയത് യേശുവിലൂടെയാണ്. വി സ്റ്റാർട്ടഡ് അവർ ഡേ വിത്ത് ജീസസ്. വി സ്റ്റാർട്ടഡ് അവർ ഇയർ വിത്ത് ജീസസ്. യേശുവിനോടുകൂടെ പുതുവത്സരം തുടങ്ങിയാൽ ഈ വർഷം മുഴുവൻ യേശുവിനെ അനുഭവിക്കാൻ നമുക്ക് കഴിയും. ഈ പുതുവർഷത്തിൽ ഒരു ആത്മീയ ജീവിതം ജീവിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. ഇത് കഴിഞ്ഞ് വന്ന് കുടുംബമായി കുടുംബ പ്രാർത്ഥനയൊക്കെ വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഏതെങ്കിലും കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബം ഒരു പരാജയമാണ്. ഈ പുതുവർഷത്തിൽ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് പ്രസംഗിക്കുന്ന ഒരാളാണ്. കുടുംബ പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന ചില പുസ്തകങ്ങൾ ഞാൻ സ്വാഹിലി, ആഫ്രിക്കൻ ലാംഗ്വേജിൽ ചെയ്തിട്ട് അതെല്ലാം അവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും കൊടുക്കുന്നുണ്ട്. കാര്യം കുടുംബ പ്രാർത്ഥനയുള്ള ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അത് നമ്മളൊരു തീരുമാനം എടുക്കണം. ഈ പുതുവത്സരത്തിൽ ഞാൻ കുടുംബ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഉള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അല്ലാത്തവർ അത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാലും കുറച്ച് പ്രൈവറ്റ് ടൈം കർത്താവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണം. അതിനു മുമ്പ് ഞാൻ ഈ വേദോസം രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കർത്താവിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചോ. പക്ഷേ നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് പോകുന്നതിന് മുമ്പ് യു നീഡ് ടു റീഡ് ദ ബൈബിൾ. നിങ്ങളുടെ പണിസ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡിങ് യുവർ ബൈബിൾ. അതുപോലെ രാത്രി വന്നു കഴിഞ്ഞാലും അല്പസമയം ദൈവവചനം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ ഉത്തേജനമൊക്കെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, കിടന്നുറങ്ങാൻ കഴിഞ്ഞാൽ, സ്ലീപ്പ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്, ഇതാ ഞാൻ സാധാരണ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ട്, യേശുവിൻ്റെ മുഖം കണ്ട് ഉണരുക, യേശുവിൻ്റെ കാൽപാദത്തിങ്കൽ കിടന്ന് ഉറങ്ങുക. യേശുവിൻ്റെ കാൽപാദത്തിൽ കിടന്നുറങ്ങിയാൽ നേരം വെളുത്ത് എണീക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ മുഖം കണ്ട് ഉണരാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ഇൻ ദ ബിഗിനിങ് ഗാഡ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ഇൻ ദ ബിഗിനിങ് ഗാഡ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇതൊരു ഫെയ്ത്ത് ഡിക്ലറേഷനാണ്, ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനം. അല്ലാതെ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചപ്പോൾ ഈ എഴുതിയ ആളുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ആത്മാവിൽ അവൻ അറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്നും വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ബൈ ഫെയ്ത്ത്, റാഷണാലിറ്റിയിലല്ല. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, അതിനെന്താ തെളിവ്? ആരെങ്കിലും കണ്ടോ ഇതുവല്ലോ? അല്ലെങ്കിൽ
സൃഷ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് സയന്റിഫിക്കായിട്ട് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കും. സയന്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതൊന്നും അല്ല വലിയ കാര്യം. ചിലർക്കൊരു ചിന്തയുണ്ട്, സയന്റിഫിക്കായിട്ട് എന്തെങ്കിലും പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം, യുക്തിപരമായിട്ട്. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്, അങ്ങനെ പറയുന്നവരും ഉണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നവരും ഉണ്ട്. എനിക്കെപ്പോഴും ആൾക്കാരൊക്കെ പറയും, ഇതിൻ്റെ യുക്തി എന്താ? ഞാൻ പറഞ്ഞു, യുക്തി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മോശപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരിക്കലും ട്രെയിനിൽ, ഇപ്പോഴല്ല ഒത്തിരി വർഷം മുമ്പ്, ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യൻ എക്കണോമിക് സർവീസിലുണ്ടായിരുന്ന ഒരു നാണു എന്ന് പറയുന്ന ഒരു സാറ്, അദ്ദേഹം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. അപ്പം അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു, എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുറിയന്നൂരാണ്. കുറിയന്നൂർ ഒരു IAS കാരനുണ്ടല്ലോ ഇന്ത്യൻ എക്കണോമിക് സർവീസിലുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കസിനാ, എൻ്റെ ചേട്ടനാ. നിങ്ങൾ ബന്ധമുണ്ടോ? ബന്ധം? ഞാൻ പറഞ്ഞു, യെസ്, ഈസ് മൈ കസിൻ. ആണോ? അയ്യോ, അദ്ദേഹം എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സർവീസിൽ കയറിയപ്പം എന്നെ പിടിച്ചു നിർത്തിയ ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തോട് എൻ്റെ നന്ദി പറയണേ. ഞാൻ പറഞ്ഞു, പറയാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ എഴുതിയ ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് ഞാൻ ഇദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തു, സാറിന്. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് എ റിലീജിയസ് ബുക്ക്, റൈറ്റ്? ഞാൻ പറഞ്ഞു, ഇഫ് യു കോൾ ഇറ്റ്, യാ, ഇറ്റ്സ് റിലീജിയസ്. നോ, ഐ എം സോറി, ഞാൻ അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാറില്ല. ഞാൻ യുക്തിപരമായി ആലോചിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, അന്നേരം ദൈവാത്മാവ് എന്നെ സഹായിച്ചു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, സാറേ, യുക്തിയാണ് അൾട്ടിമേറ്റ് എന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണല്ലോ ഇപ്പോൾ ആൾക്കാർ പറയുന്നത്, അൾട്ടിമേറ്റ് ആയിട്ടുള്ളതെല്ലാം യുക്തിപരമായിരിക്കണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, യെസ്, റീസണിങ് ഈസ് ദി അൾട്ടിമേറ്റ് തിങ്, റാഷണാലിറ്റി ഈസ് ദി അൾട്ടിമേറ്റ് തിങ്. ഉടനെ ഞാൻ ചോദിച്ചു, സാറേ, ഒന്നും ചിന്തിക്കരുത്, 2 അൾട്ടിമേറ്റ്സ് ഉണ്ടാകുമോ? പറഞ്ഞില്ല, ഒരു സോളി 1 അൾട്ടിമേറ്റ്, ദാറ്റ് ഈസ് റാഷണാലിറ്റി. ഉടനെ ഞാൻ പറഞ്ഞു, സാറേ, ഐ എം സോറി, സാറിൻ്റെ യുക്തി അല്ലല്ലോ എൻ്റെ യുക്തി. അപ്പൊ യുക്തി തന്നെ പലർക്ക് പലതാണല്ലോ. അപ്പം പിന്നെ ഇതിനകത്ത് ഏതാ അൾട്ടിമേറ്റ്? എൻ്റെ യുക്തിയാണോ സാറിൻ്റെ യുക്തിയാണോ അൾട്ടിമേറ്റ്? അദ്ദേഹം ബോധമുള്ള ആളായിരുന്നത് കൊണ്ട് പറഞ്ഞു, യാ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഇനി എൻ്റെ യുക്തിയും സാറിൻ്റെ യുക്തിയും പോട്ടെ, സാറിൻ്റെ തന്നെ ഇന്നലത്തെ യുക്തി അല്ലല്ലോ ഇന്നത്തെ യുക്തി. പണ്ട് യുക്തിപരമെന്ന് സാറ് ചിന്തിച്ച പല കാര്യങ്ങളും ഇപ്പം സാറിൻ്റെ യുക്തിയല്ല. അപ്പൊ സാറിൻ്റെ ഇന്നലത്തെ യുക്തിയാണോ അൾട്ടിമേറ്റ്, അതോ സാറിൻ്റെ ഇന്നത്തെ യുക്തിയാണോ അൾട്ടിമേറ്റ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അപ്പൊ യുക്തി അൾട്ടിമേറ്റ് ആണെന്ന് പറയാൻ എനിക്ക് ഇപ്പൊ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ആ ബുക്കിങ് തന്നേരെന്ന് പറഞ്ഞു, ബുക്ക് ഇങ്ങ് തന്നേരെ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിച്ചു, സാറ് ബേസിക്കലി യു ആർ എ റാഷണലിസ്റ്റ്, യു ഡോണ്ട് റീഡ് റിലീജിയസ് ബുക്സ്. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് എന്താണ്? ഇതെനിക്ക് വേണ്ടിയല്ല. ഞാൻ ചോദിച്ചു, പിന്നെ ആർക്ക് വേണ്ടിയാ? ഇതേ എൻ്റെ മോള്, അവക്ക് വേണ്ടിയാ, അവളൊരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിച്ചു, സാറ് ബേസിക്കലി യു ആർ എ ഹിന്ദു, യു ആർ എ റാഷണലിസ്റ്റ്, ദെൻ ഹൗ കം യുവർ ഡോട്ടർ ഈസ് എ ക്രിസ്ത്യൻ എന്നാ പറഞ്ഞു. അതെ, ഞാനൊരു എക്കോണമിക് സബ്മിറ്റിന് വേണ്ടി UK പോയായിരുന്നു. ഇപ്പോഴല്ല, ഒത്തിരി വർഷം മുമ്പാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ എക്കണോമിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് മെക്സിക്കോയിൽ നിന്നുള്ള ഒരു എക്കണോമിസ്റ്റ് വന്നിരുന്നു, ഒരു സ്ത്രീയാ. അവരെനിക്ക് ഒരു ഇന്റർനാഷണൽ ബൈബിൾ തന്നു. അപ്പം അത് ഞാനെടുത്ത് ബാഗിനകത്ത് ഇട്ടിരുന്നു. ഞാൻ ഡൽഹി വന്ന് എൻ്റെ മോളെടുത്ത് നോക്കിയപ്പോൾ ഈ ബൈബിൾ കണ്ടു. അവളതെടുത്ത് വായിച്ചു, അവളത് അക്സെപ്റ്റ് ചെയ്തു, അവളൊരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് ഇത്രയും മതി ദൈവത്തിൽ വിശ്വസിക്കാൻ. കാര്യം ദൈവവിശ്വാസം ഇല്ലാത്ത യുക്തിവാദിയായ സാറിനെ ലണ്ടനിൽ കൊണ്ടുപോയി മെക്സിക്കോയിൽ നിന്നൊരു സ്ത്രീയെ, അവരുടെ കയ്യിൽ ഒരു ബൈബിളൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ അവരത് തന്നത്. അത് സാധാരണ രീതിയിൽ താമസിക്കുന്ന ഹോട്ടലിൽ ഇട്ട് വെച്ച പോലത്തെ ഉള്ളൂ. സാറതെടുത്ത് ബാഗിലിട്ടു, അത് മോള് കണ്ടു, അത് വായിച്ചു, അവൾ കർത്താവിനെ സ്വീകരിച്ചു. യെസ് സർ. ഇതാ ഞാൻ പറയുന്നത്, യുക്തിക്കപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. യുക്തിക്കപ്പുറത്തുള്ള കാര്യമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്.
ആ ഫെയ്ത്തിന്റെ പ്രത്യേകത എന്താണ്? യുക്തി നമുക്ക് തരുന്നത് കൺക്ലൂഷനാണ്, ഒരു നിഗമനമാണ്. അപ്പൊ നമ്മൾ പറയും അത് യുക്തിപരമായി ആലോചിച്ചാൽ ഇതാണ് സത്യമാകാനാണ് സാധ്യത എന്നാണ് നമ്മൾ പറയുന്നത്. യുക്തിപരമായി ആലോചിച്ചാൽ നമ്മളൊരു കൺക്ലൂഷനിലാണ് വരുന്നത്. പക്ഷെ കൺക്ലൂഷന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബെറ്റർ റീസണിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കൺക്ലൂഷൻ മാറും, വേറൊരു കൺക്ലൂഷനിലോട്ട് പോകും. അപ്പൊ കൺക്ലൂഷൻ പോലും ആത്യന്തികമല്ല. എന്നാൽ ഫെയ്ത്ത് നമുക്ക് തരുന്നത് കൺക്ലൂഷൻ അല്ല, ഫെയ്ത്ത് നമുക്ക് തരുന്നത് കൺവിക്ഷനാണ്. അതിന് മാറ്റമില്ല. ബൈ ഫെയ്ത്ത് വി നോ, വി തിങ്ക് അല്ല. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, by faith we understand, we know that the world have been framed. We know, we think അല്ല, വിശ്വാസത്താൽ ഞങ്ങൾ ചിന്തിക്കുന്നല്ല. നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഉറപ്പാണ്. ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കുള്ളത് ഒരു കൺക്ലൂഷൻ അല്ല. ഈ പുതുവർഷത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ കൺക്ലൂഷൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ കൺവിക്ഷനിലേക്ക് വരണം. നമ്മൾ വിശ്വാസത്താൽ അറിയുന്ന കാര്യം അതാണ് സത്യം, യുക്തിക്കപ്പുറത്തുള്ള സത്യമാണ്. ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ്. സയൻസ് കൺക്ലൂഷനാണ് തരുന്നത്, ഫെയ്ത്ത് കൺവിക്ഷനാണ് തരുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയവുമാകുന്നു. കണ്ടിട്ടില്ല, പക്ഷെ നിശ്ചയമാണ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ എനിക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല. അത് കൺക്ലൂഷൻ അല്ല, അതെൻ്റെ കൺവിക്ഷനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വേദപുസ്തകത്തിലെ സത്യങ്ങൾ നമ്മൾ ഒരു നിഗമനങ്ങളിലല്ല നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, നിശ്ചയത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. ഇതൊന്നും യുക്തിപരമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സയൻസ് തന്നെ ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ഇല്ലേ? എവല്യൂഷൻ തിയറിയൊക്കെ എത്രയോ പാവപ്പെട്ട പിള്ളേരെ എല്ലാം പഠിപ്പിച്ച് ഇപ്പം പറയാ അത് ശരിയാകണോ നിർബന്ധമില്ല. ഇല്ലേ, ഇപ്പം ശരിക്കും തിയറി ഓഫ് എവല്യൂഷൻ പോലും ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് സയൻസിന് പോലും കഴിയുന്നില്ല. സയൻസിന് സംശയമാണ്. ഇന്നലെ സയന്റിഫിക് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്നിപ്പം സയന്റിഫിക്കായിട്ട് ആലോചിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, അത് നിലനിൽക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അത് നമ്മൾ അറിയുന്നത് കൺക്ലൂഷനിലല്ല, അത് നമ്മൾ അറിയുന്നത് യുക്തിപരമായി ആലോചിച്ചല്ല. എത്ര വർഷം പഴക്കമുണ്ട്? 4000-ഓ 8000-ഓ? അതിന് മുമ്പുണ്ടായിരുന്ന മൃഗങ്ങൾ എവിടെയാ? മറ്റേതാ മറിച്ചതാ? ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. വി നോ, നമുക്കറിയാം എന്നുള്ളതാണ്. ആകാശത്തിനും ഭൂമിക്കും ഒക്കെ ഒരു ബിഗിനിങ് ഉണ്ട്. ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. പക്ഷേ ദൈവത്തിന് ബിഗിനിങ് ഇല്ല. ദൈവം ഉണ്ടാക്കിയ ആകാശത്തിനും ഭൂമിക്കും ഒരു തുടക്കമുണ്ട്, പക്ഷെ ദൈവത്തിന് ബിഗിനിങ് ഇല്ല. ദൈവം എന്നും ഉണ്ടായിരുന്നു. ആ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ പുതിയ വർഷത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം ആക്റ്റീവായിട്ടുള്ള ഒരു ദൈവമാണ്. നമ്മുടെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ആക്റ്റീവായിട്ട് നമ്മളെ പരിപാലിക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരു ദൈവം. ഈ ദൈവം എന്താ ചെയ്യുന്നത്? അവൻ സൃഷ്ടി നടത്തുകയാണ്. ഈസ് ക്രിയേറ്റിംഗ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആക്റ്റീവ് ആകുന്നത് അവൻ്റെ സൃഷ്ടികർമ്മത്തിലാണ്. ഈസ് ആക്റ്റീവ്. അവൻ നശിപ്പിക്കുന്നവനല്ല, അവൻ സൃഷ്ടിക്കുന്നവനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലും സൃഷ്ടാവായ ഈ ദൈവത്തെ നമ്മൾ അറിയണം. ഈസ് ആൻ ആക്റ്റീവ് ഗാഡ്. നമുക്ക് വേണ്ടി സൃഷ്ടി നടത്തുന്നവനായ ഒരു ദൈവം.
എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ അടുത്ത വാക്യം നമുക്ക് അല്പം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആദ്യ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നവിടെ എഴുതിയിരിക്കുകയാണ്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഞാനിത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈ ഭൂമി പാഴും ശൂന്യവുമായിരുന്നോ? ദൈവം പാഴായും ശൂന്യമായും ഒരിക്കലും ഒന്നും സൃഷ്ടിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഭൂമി പാഴായും ശൂന്യമായും അല്ല സൃഷ്ടിച്ചത് എന്ന് ശരിക്കും യെശയ്യാവിന്റെ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 45-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ നിർമ്മിച്ചത്. അവനിത് നിർമ്മിച്ചത്, അവൻ സൃഷ്ടിച്ചത് വ്യർത്ഥമായിട്ടല്ല. ഇറ്റ് വാസ് നോട്ട് വോയിഡ്. അപ്പൊ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത് പാഴും ശൂന്യവുമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അത് പാഴും ശൂന്യവുമായി തീർന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. When God created the earth, it was not void and shapeless. കാര്യം ദൈവം അങ്ങനെ സൃഷ്ടിക്കില്ല. പക്ഷെ അത് പാഴും ശൂന്യവുമായി തീർന്നു. അതിൻ്റെ കാര്യം എന്താണ് എന്ന് അടുത്ത വാക്യത്തിലുണ്ട്. അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഇരുൾ രംഗപ്രവേശം ചെയ്തു, ഇരുളുണ്ടായി. അതാണ് ഭൂമിയെ പാഴും ശൂന്യവുമാക്കി തീർത്തത്. ഇരുൾ ആരാ ഉണ്ടാക്കിയത്? ചില ആളുകൾ ചോദിക്കും, ആരാ ഇരുട്ടിനെ സൃഷ്ടിച്ചതെന്ന്. ഇരുളിനെ സൃഷ്ടിച്ചത് ദൈവമല്ല. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുളിനെ സൃഷ്ടിക്കേണ്ട കാര്യം തന്നെ ഇല്ല. നമുക്കിപ്പോൾ ഇരുട്ട് വരുത്തണമെങ്കിൽ ഇരുട്ട് തരുന്ന ഒരു ബൾബ് ആരെങ്കിലും കൊണ്ടിടുമോ? ഇരുട്ട് തരുന്ന ഒരു ബൾബ് അങ്ങനെ വല്ലതും ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ബൾബൊന്നും ഇല്ലല്ലോ. ഇരുട്ട് വേണമെങ്കിൽ എന്തോ ചെയ്താൽ മതി, വെളിച്ചം അണച്ചാൽ മതി, ഇരുട്ടാകും. ഇതുപോലെ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഭൂമി ദൈവത്തിൻ്റെ പ്രകാശത്തിന് മുഖം കൊടുക്കാതെ ഇരുന്നപ്പോൾ നാച്ചുറലി അവിടെ ഇരുൾ ഉണ്ടായി. ആ ഇരുൾ ഭൂമിയെ പാഴും ശൂന്യവും ആക്കി തീർത്തു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അന്ധകാരത്തെ ദൈവം സൃഷ്ടിച്ചു എന്നൊരു വാക്യമില്ലേ എന്ന് ചിലപ്പം നമ്മൾ ചോദിച്ചേക്കാം. നമ്മൾ ഇത് പറഞ്ഞു പോകണമല്ലോ, അതുകൂടെ പറയണമല്ലോ. യെശയ്യാവിന്റെ പ്രവചനം തന്നെ 45-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു, ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. അപ്പൊ അന്ധകാരത്തെ സൃഷ്ടിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് നമ്മൾ പറയുന്ന ഈ അന്ധകാരമല്ല. കാര്യം ആ അന്ധകാരത്തിന് സൃഷ്ടിയുടെ ആവശ്യം തന്നെ ഇല്ല. ഇവിടെ പറയുന്നത് ഈവിൾ ഡേയ്സ് എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, ഈവിൾ ഡേയ്സും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അഥവാ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ പ്രതിസന്ധി, ഇപ്പം പ്രശ്നങ്ങളും എന്തെങ്കിലും ഒരു കാര്യത്തിൽ രോഗിയായി അങ്ങ് നമ്മുടെ ജീവിതം തന്നെ അടുത്ത ദിവസം നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയാൻ വയ്യാത്ത അതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ദോസ് ഡേയ്സ് വേർ മൈ ഡേയ്സ് ഓഫ് ഡാർക്ക്നെസ് എന്ന് വെച്ചാൽ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, വെട്ടമില്ലായിരുന്നെന്നല്ല. പക്ഷെ ആ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ കാലയളവ് എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ ദൈവം അവിടെ പറയുന്നത് പ്രകാശത്തെയും ഉണ്ടാക്കുന്നുണ്ട്, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നുണ്ട്, നന്മയെ ഉണ്ടാക്കുന്നുണ്ട്, തിന്മയെയും ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ അവസ്ഥകളും തിന്മ അവസ്ഥകളും അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അവസ്ഥകളും ഇരുളിൻ്റെ അവസ്ഥകളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ദൈവം ഇരുളിനെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇരുൾ എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുൾ. അതാരും സൃഷ്ടിക്കണ്ട, വെളിച്ചത്തെ മാറ്റിയാൽ മതി. പണ്ട് ഈ കല്യാണമൊക്കെ നടക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന കാലയളവിൽ പല വീടുകളിലും രാത്രി കല്യാണത്തിൻ്റെ തലേദിവസം ഒരു വിരുന്നൊക്കെ ഉണ്ട്. അന്നേരം അന്നൊരു സാധനം ഉണ്ടായിരുന്നു, എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ എങ്ങനെയുണ്ട്, പെട്രോമാക്സ് എന്ന് പറയും.
പ്രായമുള്ളവർക്കൊക്കെ അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസൊക്കെ അടിച്ച് ഇങ്ങനെ ഭയങ്കര പ്രകാശമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇരുട്ടത്ത് കൊണ്ടുവെക്കുന്നത് പെട്രോൾ മാക്സാണ്. അപ്പോൾ ഒരു പയ്യനെ അവിടെ ഒരുത്തൻ പെട്രോൾ മാക്സ് എടുത്തിട്ട് പറഞ്ഞു, മോനെ ഇരുട്ടുള്ളിടത്ത് ഇത് കൊണ്ടു വെക്കാൻ പറഞ്ഞു. അവൻ എല്ലായിടത്തും നടന്നു വെച്ച് തിരിച്ചിങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ പോയിടത്തൊന്നും ഇരുട്ടില്ലായിരുന്നെന്ന്. പെട്രോൾ മാക്സും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടുണ്ടോ? ഇല്ല. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടില്ല. വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുട്ട് എന്ന് പറയുന്നത്. ഇരുട്ട് വരാൻ വെളിച്ചം കെടുത്തിയാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. ദൈവം വെളിച്ചമാണ്. ദൈവത്തോട് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാം ഇരുളിലേക്ക് പോകും. ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. പക്ഷെ ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. കാരണം ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. വെളിച്ചത്തോട് പ്രതികരിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇരുൾ മൂടിയ ജീവിതങ്ങളുണ്ട്, ദുരിതപൂർണമായ അവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്കും പറയാം, എൻ്റെ ജീവിതത്തിലെ ഡാർക്ക് ഡേയ്സ് ആണത്. എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം, ഡാർക്ക് ഡേയ്സിനെ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ല? ഉപേക്ഷിച്ച് കളയുന്നില്ല. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികളിലാണെങ്കിൽ, പ്രയാസങ്ങളിലാണെങ്കിൽ, ഇരുൾ മൂടിയ ദിനങ്ങളാണെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തവർ ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചെന്നിരിക്കും. നമ്മുടെ വീട്ടുകാർ നമ്മളെ ഉപേക്ഷിച്ചെന്നിരിക്കും. കൂട്ടുകാർ നേരത്തെ തന്നെ കളയും. ചിലപ്പോൾ വീട്ടുകാരും കളഞ്ഞെന്നിരിക്കും, കൂട്ടാളി കളഞ്ഞെന്നിരിക്കും. പക്ഷേ ദൈവം ഒരിക്കലും അബാൻഡൻ ചെയ്യത്തില്ല. അപ്പൊ ഈ പുസ്തകം വായിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് ഗാഡ് ഈസ് എ ക്രിയേറ്റർ ഗാഡ്. രണ്ടാമത് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗാഡ് വിൽ നെവർ അബാൻഡൻ. ദൈവം ഒരിക്കലും ഉപേക്ഷിച്ചു കളയുന്നവനല്ല. ഓക്കെ, ഇവിടെ ഭൂമിയെ നോക്കി അതിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി, ഇവിടെ വെളിച്ചം ആവശ്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ, ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എവിടെ? വെള്ളത്തിന്മീതെ. കാര്യം എവിടെയാ ഇരുട്ടുണ്ടായിരുന്നത്? ആഴത്തിന്മീതെ. എവിടെ ഇരുള് പ്രവർത്തിച്ചോ അവിടെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വന്ന് പരിവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരുൾ പാഴാക്കിയ അതേ സ്ഥലത്ത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം പാഴാണെങ്കിൽ ദൈവം നമ്മളെ തള്ളിക്കളയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള പ്രതിസന്ധികളായിക്കോട്ടെ, ഞാൻ പറയട്ടെ, പുതുവർഷത്തിൽ നിങ്ങളോട് ഞാൻ പറയാം, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എല്ലാം പാഴായിപ്പോയി എന്ന് നിങ്ങൾ വിലപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ വിലപിക്കും, നമ്മൾ കരയും. കരയരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മനുഷ്യരാ, നമുക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണമെന്നറിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ മീതെ ഇരുൾ മൂടിയാലും ആ ഇരുൾ എവിടെ നിന്നെ നശിപ്പിക്കുവാൻ ഇറങ്ങി വന്നോ അതേ സ്ഥലത്ത് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈ പുതുവർഷത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ സ്ഥലങ്ങളില്, പ്രയാസങ്ങളുടെ സ്ഥലങ്ങളില് എവിടെ ഇരുൾ വന്നു മൂടിയോ അതേ സ്ഥലത്ത് ദൈവം ഇറങ്ങി വരും. ഈ 2026 നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരുന്നവനായ ഒരു ദൈവത്തെ നമ്മളിവിടെ കാണണം. കർത്താവ് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. ദൈവം ഇറങ്ങി വന്നപ്പോൾ കർത്താവിന് മനസ്സിലായി എന്താണ് പ്രശ്നം. കാരണം ഇരുളാണ്, വെളിച്ചത്തിന്റെ അഭാവമാണ് എല്ലാം പാഴാക്കിയത് എന്നുള്ളത് കർത്താവിന് മനസ്സിലാക്കിയപ്പോൾ കർത്താവ് ഇറങ്ങി വന്നു. ആ ഇരുളിരുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ഓവർ, ബ്രൂഡിങ് ഓവർ. നമ്മൾ ഈ കോഴി മുട്ടയുടെ മുകളിൽ അടയിരിക്കുന്നത് പോലെയുള്ള വാക്കാണ് ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്ക്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികളുടെ മേൽ
ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ആ മുട്ട പൊരുന്നയിരുന്നാൽ എന്ത് സംഭവിക്കും? സൃഷ്ടി നടക്കും. അതുപോലെ കർത്താവ് ഇറങ്ങി വന്നു. ഇരുട്ടാണ് പ്രശ്നമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. ആദിയിൽ സ്വന്തം വചനത്താൽ അവൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ആ ഭൂമി പാഴും ശൂന്യമായപ്പോൾ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. പകരം എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാനിതിനെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഉണ്ടാക്കിയതാ, ഞാനിതിനെ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഹീ ഈസ് എ ഗോഡ് ഹൂ നെവർ അബാൻഡൻ. അവനിത് കളഞ്ഞിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ വണ്ടി കേടായി കഴിഞ്ഞാൽ എവിടെങ്കിലും കൊണ്ടിട്ട് വർക്ക്ഷോപ്പിനകത്ത് അവിടെ പോയി നിന്ന് ഇതെല്ലാം പണിയൊക്കെ എടുപ്പിച്ച് ഞാൻ നന്നാക്കിക്കൊണ്ട് പോകും. കാര്യം എനിക്ക് വേറെ വണ്ടിയില്ല. പക്ഷേ അനിൽ അംബാനി വരുന്ന കൂട്ടത്തിൽ അയാളുടെ വണ്ടിക്ക് കേടായ ഉടനെ അയാൾ എന്തുവാ, വണ്ടിയും കൊണ്ടെന്താ പോയി മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി കുത്തിയിരുന്ന് അതൊക്കെ ശരിയാക്കിക്കൊണ്ട് പോകും? അതൊന്നുമില്ല. അയാളൊന്ന് ചിമിങ്ങിയാൽ മതി, അന്നേരം ഈ വണ്ടിക്കേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വണ്ടി അയാൾ നിൽക്കുന്ന സ്ഥലത്ത് വരും. അയാൾക്കതിന് കഴിവുണ്ട്. അതുകൊണ്ട് അയാൾ ഇത് അബാൻഡൻ ചെയ്യും. നമ്മുടെ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ ദൈവത്തിന് ഒരു വാക്കുകൊണ്ട് വേറൊരു ഭൂമിയെ വിളിച്ചു വരുത്താൻ കഴിയും. പക്ഷേ അതല്ല ദൈവം ചെയ്യുന്നത്. പാഴായതിനെ പണിയുന്നവനാണ് എൻ്റെ കർത്താവ്. നിങ്ങളുടെ ജീവിതം പാഴാണെങ്കിൽ നീ പോവും, ഞാൻ വേറെ ആളെ കൊണ്ടുവരാമെന്ന് കർത്താവ് പറയത്തില്ല. നിന്റെ മേൽ കർത്താവ് പണി നടത്തും. എൻ്റെ മേൽ കർത്താവ് പണി നടത്തും. ഈ 2026 നമ്മുടെ മേൽ കർത്താവ് പണിയും. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ അവൻ്റെ കീഴിൽ. അവൻ ഈ കോഴിമുട്ടയുടെ മുകളിൽ അടയിരിക്കുമ്പോൾ ഈ മുട്ട കീഴെ ഇരുന്നോണം. ഞായറാഴ്ച കയറി ഇരുന്നാൽ പറ്റത്തില്ല. ഞായറാഴ്ച കയറി ഇരുന്നാൽ മുട്ട വിരിയത്തില്ല. മുട്ട വിരിയണമെങ്കിൽ ആ കോഴിയുടെ ചിറകിൻ കീഴിൽ തന്നെ ഇരിക്കണം. ഇതുപോലെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ സൃഷ്ടി നടക്കും. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വെളിച്ചത്തിന് ഇരുളിനെ കീഴടക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇരുളിന് വെളിച്ചത്തെ കീഴടക്കാൻ കഴിയില്ല. നമുക്കറിയാം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അവിടെ 1-ാം അധ്യായത്തിൽ നമ്മൾ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അതൊക്കെ ഞാൻ വായിക്കുന്നില്ല. വെളിച്ചം ഇരുളിനെ കീഴടക്കും, പക്ഷേ ഇരുൾ അതിനെ കീഴടക്കുകയില്ല, ഒരിക്കലുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിച്ചം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വെളിച്ചത്തെ ഇല്ലാതെയാക്കാൻ ഒരു കാരണവശാലും പിശാചിൻ്റെ ഒരു തന്ത്രത്തിനും കഴിയുകയില്ല. നമ്മൾ ഈ വെളിച്ചത്തിൽ നിന്ന് പോയാൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പോയാൽ ചിലപ്പം നമ്മൾ ഇരുളിനായിപ്പോയും എന്നുള്ളത് ശരിയായിരിക്കാം. എന്നാൽ അവിടെ ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് നമ്മുടെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഉൽപ്പത്തി 1:4. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ഗാഡ് സെപ്പറേറ്റഡ് ലൈറ്റ് ഫ്രം ഡാർക്ക്നെസ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചു. ശരിക്കും വിശ്വാസ സമൂഹം ഈ കാലയളവിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്പിരിച്വാലിറ്റിയും തിയോളജിയും എല്ലാമാണ്, ഡോക്ട്രിനാണ്, ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. വേർപാടിൻ്റെ ഉപദേശം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ വെളിച്ചത്തോട് പ്രതികരിക്കാതിരുന്നപ്പോൾ, പാപത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ആ വെളിച്ചത്തിൽ നമ്മൾ ദൂരെയായിപ്പോയി. നമ്മൾ പാഴും ശൂന്യവുമായിപ്പോയി. എന്നാൽ പാഴും ശൂന്യവുമായ പോയ നമ്മളെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞില്ല. നമ്മുടെ ആ പാഴായ ഭൂമിയിലേക്ക്, പാഴായ എന്നിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പാഴായ എൻ്റെ മേൽ പണിത് ദൈവം എന്നിലേക്ക് വെളിച്ചം പ്രകാശിപ്പിച്ചെങ്കിൽ കർത്താവ് പറയാണ്, ഇനി നീ ഇരുളിന് നിന്നെ കൊടുക്കരുത്. ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിച്ചു.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 2026 വെളിച്ചവും ഇരുളും തമ്മിൽ നമ്മൾ യോജിപ്പിക്കരുത്. ഞാൻ ഈ കല്യാണമൊക്കെ നടത്തുമ്പോഴുമൊക്കെ നമ്മളെല്ലാം പറയുന്ന കാര്യമാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് പറയാ. എന്താണെന്നറിയാമോ? ദൈവം വേർപിരിച്ചതിനെ മനുഷ്യൻ യോജിപ്പിക്കരുത്. പുരുഷനെയും സ്ത്രീയെയും ദൈവം യോജിപ്പിച്ചു, അതിനെ വേർപിരിക്കരുത്. പക്ഷെ വെളിച്ചത്തെയും ഇരുളിനെയും ദൈവം വേർതിരിച്ചു, അതിനെ യോജിപ്പിക്കരുത്. 2026 ഈ പുതുവർഷത്തിൽ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചത്തെയും ഇരുളിനെയും ഒരിക്കലും യോജിപ്പിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കൂട്ടായ്മയും ഇരുളുമായിട്ട് നമുക്കുണ്ടാകാനായിട്ട് പാടില്ല. 2 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നമ്മുടെ സമയം പോകുന്നല്ലോ. 14-ാം വാക്യത്തിൽ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുട്ടിനോട് എന്തോ കൂട്ടായ്മ? ക്രിസ്തുവിനും ബെലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? അതുകൊണ്ട് താഴോട്ടെല്ലാം ആ കാര്യമാണ് പറയുന്നത്. 17-ാം വാക്യത്തിൽ, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായത് ഒന്നും തൊഴരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. 2026 പ്രോമിസ് അതാണ്. അശുദ്ധമായത് ഒന്നും തൊഴരുത്. വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇരുളിനോട് ഒരു കൂട്ടായ്മയും ഉണ്ടാകരുത്. അതുകൊണ്ടാണല്ലോ അവിടെ പറയുന്നത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ഒരു കൂട്ടായ്മയും ഇല്ല. ഒരു കാരണവശാലും ഈ 2026 ദൈവം സൃഷ്ടിച്ച, ദൈവം നമ്മിലാക്കി വെച്ച വെളിച്ചത്തെ നമ്മൾ ലോകത്തിൻ്റെ ഇരുളിനോട് കൂട്ടരുത്. അശുദ്ധമായ യാതൊന്നും തൊടരുത്. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ഈ 2026 ഈ പ്രോമിസ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അശുദ്ധമായതൊന്നും തൊഴരുത്. ഇന്നൊരു തീരുമാനമെടുക്കണം. 2026 കർത്താവ് എനിക്ക് തരുന്നെങ്കിൽ ഞാൻ വെളിച്ചവും ഇരുളും തമ്മിൽ കൂട്ടിച്ചേർക്കത്തില്ല. എനിക്ക് ഇരുളുമായി ഒരു കൂട്ടായ്മയുമില്ല. അശുദ്ധമായതൊന്നും ഞാൻ തൊടുകയില്ല. പാപത്തിന് എൻ്റെ മേൽ അവകാശമില്ല. ദൈവം എന്നെ വെളിച്ചത്തിനായി സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് ആ വെളിച്ചത്തിൽ ഞാൻ വസിക്കും. അങ്ങനെ ഇരുളിനെ പകച്ച് വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവ് പറയാണ്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. വരുന്ന വർഷം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നെങ്കിൽ അശുദ്ധിയെ മാറ്റിക്കളയുക. അശുദ്ധമായതൊന്നും തൊടരുത്. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായപ്പോൾ നീ അതിനെ തള്ളിക്കളഞ്ഞില്ല. ഇരുൾ എവിടെ ഭൂമിയെ നശിപ്പിച്ചു കളഞ്ഞോ അതേ സ്ഥലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് പരിവർത്തനം ചെയ്തു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുൾ നശിപ്പിച്ചതായ പല സാഹചര്യങ്ങളുണ്ട്, പല ഏറിയാസ് ഉണ്ട്. കർത്താവേ, നിന്റെ ആത്മാവ് അവിടേക്ക് ഇറങ്ങി വരണമേ. ആ ആത്മാവിൻ്റെ കീഴിൽ കർത്താവേ, ഒരു മുട്ടക്കോഴിയുടെ കീഴിൽ പൊരുന്നിരിക്കുമ്പോൾ അതിൻ്റെ കീഴിൽ ആ തൂവലുകൾക്ക് അടിയിൽ തന്നെ ഇരിക്കുന്നത് പോലെ നിന്റെ തൂവലുകൾക്ക് കീഴെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മേൽ കർത്താവേ, നിന്റെ ആത്മാവ് വ്യാപരിക്കണമേ. ഞങ്ങളെ സൃഷ്ടിയിലേക്ക് നടത്തണമേ. ഞങ്ങളിലേക്ക് വെളിച്ചം കടന്നു വരട്ടെ. ഇനി ഇരുളുമായി ഞങ്ങൾക്ക് കൂട്ടായ്മയില്ല. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയില്ല. ഞങ്ങൾ നിന്റെ പുത്രന്മാരും പുത്രിമാരും. യെസ് ലോർഡ്, അതാ ഞങ്ങൾക്ക് വേണ്ടത്. ഈ 2026
നിന്റെ പുത്രന്മാരും പുത്രിമാരുമായി ജീവിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്തോത്രം.